മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫേവറേറ്റ് ആക്ടർ ആരാണ്? എവല്യൂഷൻ്റെ ഭാഗമാണ് ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ എവല്യൂഷൻ്റെ ഒപ്പം ഈ പറഞ്ഞ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിന് ആ എവല്യൂഷനെ അടയാളപ്പെടുത്തുന്ന ഒരു സിമ്പൽ പോലെയാണ് എനിക്ക് സുരാജിനെ തോന്നാറ്. പണ്ടൊക്കെ എക്സാം എഴുതിയിട്ട് നമ്മൾ ആദ്യം മാർക്ക് കുറയും, പിന്നെ വീണ്ടും എഴുതും, പിന്നെയും മാർക്ക് കുറയും, പിന്നെ ഒരു വലിയ ഫുള്ള് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമില്ലേ, അതുപോലെയാണ് എനിക്ക് ആസിഫിലിൻ്റെ ഓരോ സിനിമ വരുമ്പോഴും. മെൻ റിട്ടൺ ബൈ വുമൺ, ഈ റെപ്രസെൻറ്റേഷനകത്ത് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള നടനാണ് റോഷൻ. നസ്ലിൻ എന്ന ഒരു ആക്ടറിനെ ഞാൻ ഡിഫൈൻ ചെയ്യുക എഫേർട്ട്ലെസ് പെർഫോമർ എന്നാണ്. ആ വൈഡ് ബോൾ ഞാൻ പിടിക്കാൻ ഞാൻ ഡിങ്കന എന്നൊക്കെ പുള്ളി പറയുന്നത് പുള്ളി അത് പുള്ളി ഭയങ്കര സബ്മിസീവായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ കാണുമ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്തിരിക്കുക ആക്ടേഴ്സിനെ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ സിനിമകൾ കാണുമ്പോൾ ഓരോ ആക്ടേഴ്സിൻ്റെയും ഒരു പെർഫോമൻസ്, അവരുടെ ആ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ അവരുടെ ഒരു ഫാൻസാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു ആരാധകർ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. ആൻഡ് സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ എന്ത് പേര് ചൂസ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു പേരാണ് ഫാൻറ്റം. യെസ്, ഒരു ഫാൻ ഗേൾ, ഒരു ഫാൻ ബോയ് ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. സോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫേവറേറ്റ് ആക്ടർ ആരാണ്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറിനെ പറയുകയാണെങ്കിൽ ഒരുപാട്, നമ്മളിപ്പം മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷേ എനിക്കിപ്പം അങ്ങനെ പറയണം എന്ന് തോന്നിയൊരു ആക്ടർ സുരാജ് വെഞ്ഞാറമൂടാണ്. കാരണം നമ്മളിപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു കോമഡിയൻ മാത്രമായിട്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരം സ്ലാങ് പറയുന്ന എല്ലാ പടങ്ങളിലും ഒരു പരിധിവരെ നമുക്ക് അന്ന് ടൈപ്പ് കാസ്റ്റ് ആയി പൊയ്ക്കൊണ്ടിരുന്ന, ഇപ്പോൾ സുരാജ് വരുമ്പോൾ തന്നെ അറിയാം തിരുവനന്തപുരം സ്ലാങ് പറയുന്ന ഒരു കോമഡിയൻ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അത് മടുത്തു തുടങ്ങുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ആക്ഷൻ ഹീറോ വെച്ച് സംഭവിക്കുന്നത്. എൻ്റയർലി ഷിഫ്റ്റ് അടിക്കുന്നു. അതിനുശേഷം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ റോൾസ് എടുത്ത് ഓരോന്നോരോന്ന് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി ഇപ്പം ഒരു ഈ പറഞ്ഞ പോലെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറച്ചും കൂടെ റിയലിസ്റ്റിക് മൂവീസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, പിന്നെ വേറെ കുറേ ടൈപ്പ് ഓഫ് മൂവികൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ് ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ എവല്യൂഷൻ്റെ ഒപ്പം ഈ പറഞ്ഞ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിന് ആ എവല്യൂഷനെ അടയാളപ്പെടുത്തുന്ന ഒരു സിമ്പൽ പോലെയാണ് എനിക്ക് സുരാജിനെ തോന്നാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു റിയലിസ്റ്റിക് സിനിമകൾ വന്ന സമയങ്ങളിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് സുരാജിനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജയിലർ 2 അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, അതിനകത്ത് സുരാജിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തമിഴ് സിനിമയിലേക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ യൂത്ത്, ഈ വീരധീര സൂര, അങ്ങനെയുള്ള കുറേ പടങ്ങളിൽ കാരയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വേറൊരു ഷെയ്ഡ് കാണാൻ പറ്റുന്നു, കുറച്ചും കൂടെ മാസ് എലമെന്റ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഉറപ്പായിട്ടും ജയിലർ 2 നമുക്ക് ഒരു മാസ് എലമെന്റ് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴിലേക്ക് പോയപ്പോൾ വേറൊരു ഷെയ്ഡ് ഓഫ് ആക്ടിങ്ങിലേക്ക് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു സുരാജിനെ. കാരണം അടുപ്പിച്ചാണ് ഈ പറയുന്ന യൂത്തും ഈ പറഞ്ഞ വീരധീര സൂര്യൊക്കെ ഒരുമിച്ച് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ വരാൻ പോണ സിനിമയിലും ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറച്ച് നാൾ അവരോട് പിടിച്ചു വെക്കുന്ന പോലെയാണ്. ആ ടാലന്റിനെ അവർ ഐഡന്റിഫൈ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാം. അദ്ദേഹം ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സുമേഷ് തന്നെ തുടങ്ങിയത് എങ്ങനെയാണ് കൊമേഡിയനായിട്ടാണ്, അവിടെ പോയിട്ട് കോമഡി പറയണം. പക്ഷേ ആ പ്ലാറ്റ്ഫോം പുള്ളി ഉപയോഗിച്ചത് എങ്ങനെയാണ്, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസിലാണ്. അപ്പോൾ ബുദ്ധിക്കാരൻ്റെ ആ പറഞ്ഞ നർമ്മങ്ങളും അല്ലെങ്കിൽ ആ പറഞ്ഞ ഷൂട്ടിംഗ് ടൈമിലുള്ള പല ഇൻസിഡൻസ് റിക്കളക്ട് ചെയ്തിട്ട് വിക്രം ഉൾപ്പെടെ ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ആലോചിക്കുക, അത് ഭയങ്കര നമ്മൾ പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല പ്രൊമോഷണൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മേ ബി ഒരു ധ്യാൻ്റെ മോഡൽ ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന രീതിയിൽ അത് ഓർഗാനിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോംസ് സുരാജ് അടിപൊളിയായിട്ട്. അത് ഈ തമിഴ്നാട്ടിൽ ചെല്ലുന്നത് ഈ മൂവി പ്രൊമോഷൻ്റെ ഒക്കെ സമയത്ത് ഈ തമിഴ് ഓഡിയൻസ് സുരാജിന്റെ ഫാൻസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വെളിയിലൊക്കെ വന്നിട്ട് സുരാജ് വരുമ്പം കൈയടിക്കുന്നു, പിന്നെ സുരാജിന്റെ പേര് വിളിച്ച് പറയുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഫാൻസ് ആണ് അവര്. കാരണം അതിന്റെ മെയിൻ ഒരു എലമെന്റ് അഖിലേട്ടൻ പറഞ്ഞ പോലെ ആ യൂട്യൂബിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ പരിപാടികളും പുള്ളി അതിനെ കോമഡി ആക്കുന്നതും ഒക്കെയാണ് പഠിച്ചെടുക്കുന്നത്. കാരണം അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ എഗെയിൻ
പുള്ളി തന്നെ പുള്ളിയുടെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക മെനക്കെട്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ആ ഒരു എഫേർട്ട് എടുക്കുന്നതിന് അതിനുള്ള റിവാർഡ് കിട്ടുന്നതും എനിക്കൊരു സന്തോഷമുള്ള കാര്യമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെ രീതിയിൽ ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാമോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സുരാജിൽ തോന്നിയിട്ടുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. കാരണം ഇപ്പം ഏറ്റവും നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം കോമഡിയാണെന്ന് പറയാറുണ്ട്. കാരണം ഇപ്പം നമുക്ക് കോമഡി പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാന്ന് അറിയാം. അപ്പം നമ്മൾ സിനിമയിലാണെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെയാണ് ഇപ്പോൾ കോമഡികൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഒരു മൈക്രോ എക്സ്പ്രഷൻസിലൂടെയും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സുരാജ് അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഈവൻ നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ മോഹിനിയാട്ടം അതിലൊരു ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ പോലും വളരെ ഒരു രസമായിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഉണ്ടല്ലോ, അതിനകത്താണ് കുറേ നാൾ ഈ പുള്ളിയുടെ ഒരു സീരിയസ് റോൾസ് മാത്രം വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു സുരാജിൽ നിന്ന് ഒരു ചെറിയ കോമഡി പ്രതീക്ഷിക്കണമല്ലോ, ഇനിയും വരണമല്ലോ എന്നൊക്കെ. അപ്പോഴാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ് വരുന്നത്. അപ്പോൾ മുകുന്ദനുണ്ണി അസോസിയേറ്റിനകത്ത് പുള്ളിയുടെ ഒരു ചെറിയ തമാശകളും വളരെ സട്ടിലായിട്ടാണ്. അപ്പം ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ എന്നിപ്പോൾ പറയുവാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടാണ് ഉറപ്പായിട്ടും. എനിക്ക് ആസിഫ് അലീനെ ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലി നമ്മൾ പണ്ടൊക്കെ എക്സാം എഴുതിയിട്ട് നമ്മൾ ആദ്യം മാർക്ക് കുറയും, പിന്നെ വീണ്ടും എഴുതും, പിന്നെയും മാർക്ക് കുറയും, പിന്നെ ഒരു വലിയ ഫുള്ള് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമല്ലേ, അതുപോലെയാണ് എനിക്ക് ആസിഫ് അലിൻ്റെ ഓരോ സിനിമ വരുമ്പോഴും. അതായത് അഭിനയം പോരാ അല്ലെങ്കിൽ അഭിനയം മോശമാണ്, ഇയാളത്ര പോരാ എന്നുള്ള ഒരു വിമർശനങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് മറ്റേ എന്താ പറയുക, ഇപ്പോൾ ഈ എടുക്കുന്ന സ്ക്രിപ്റ്റുകളുടെ സെലക്ഷൻ നോക്കുവാണെങ്കിലും ചെയ്യുന്ന പെർഫോമൻസ് നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഫുൾ മാർക്ക് കിട്ടി എന്നുള്ളൊരു ഫീലാണ്. അത് ഞാൻ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി അങ്ങനെ ഒരു മാസ്സായിട്ടൊന്നുമല്ല സിനിമയിൽ. എനിക്ക് തോന്നിയിട്ട് പുള്ളി ചെയ്ത സിനിമകളൊന്നും ഭയങ്കര മാസ് ഹീറോ സാധനങ്ങളൊന്നുമല്ല. പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്നാൽ സ്റ്റോറി ഡെപ്ത് ഉള്ളതൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. പുള്ളീനെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പം എനിക്ക് ഈ ഇടയ്ക്ക് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇങ്ങനെ അധികം തിയേറ്ററിലൊന്നും അങ്ങനെ ഓടിയിട്ടില്ല, പക്ഷെ അസാധ്യ പെർഫോമൻസ് ആണ് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര മേക്ക്. അതിലാകെ 2 ക്യാരക്ടേഴ്സ് ഉള്ളൂ ആ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ. അപ്പോൾ 2 ക്യാരക്ടേഴ്സ് മാത്രം വെച്ച് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറത്തെ സിനിമ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പെർഫോമൻസ് വെച്ച് അത് പറ്റത്തുള്ളൂ. അത് ഭയങ്കര ശരിക്കും അത് ആസിഫിന്റെ ആമലപ്പോളുണ്ട്. പക്ഷെ ആസിഫിന്റെ പെർഫോമൻസ് ആണ് ആ സിനിമ മുഴുവൻ കൊണ്ടുപോയേക്കുന്നത്. നമ്മൾ അവസാനം വരെ ഇരുന്ന് കാണാൻ പോകുന്നത് ആസിഫിന്റെ പെർഫോമൻസ് ആയിരിക്കും. അസാധ്യ പെർഫോമൻസ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് ആണെങ്കിലും പുള്ളിയുടെ നമ്മുടെ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ റോള് വരുമ്പോൾ നമുക്ക് ഇപ്പോഴും മനു ഇല്ലേ ആ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും പുള്ളിയുടെ ഒരു സംസാര ശൈലി കൊണ്ട് പുള്ളി ഭയങ്കര ബാക്കിയുള്ളവരിൽ നിന്നൊന്നും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് കാച്ചി ആയിട്ടുള്ള ഒരു സംസാര ശൈലിയാണ്. ഫ്രണ്ട്ലി ആണ്. പിന്നെ ഭയങ്കര ഹ്യൂമറസ് ആണ്. ഇടയ്ക്ക് ചില സമയത്ത് എനിക്ക് ഒരു മോട്ടിവേഷൻ തന്ന ഒരു സിനിമ സൺഡേ ഹോളിഡേ. അതൊരു നല്ലൊരു ഫീൽ ഗുഡ് ആണ്. പക്ഷെ നമുക്ക് ഒരു സന്തോഷം തോന്നും അവസാനം എത്തുമ്പോൾ. അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഒരുപാട് കാണിക്കണമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ആക്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അത് കാര്യം എടുക്കുമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ അവർക്ക് ബാക്ക് ഫയർ ചെയ്യാം എന്നുള്ള തോന്നി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉയരെ പോലത്തെ സിനിമ എടുക്കുക, അതിനകത്തൊക്കെ അത് പിന്നെ അങ്ങനത്തെ ഒരു കഥാപാത്രം ഒരു ആൻറ്റി ഹീറോ പോലത്തെ ആണെങ്കിൽ കൂടിയും അതൊരു മെയിൻ സ്ട്രീം നായകൻ എടുക്കാൻ മടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുള്ളിക്കാരൻ ചെയ്ത് ഫലിപ്പിച്ചത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ പടം. പ്രത്യേകിച്ച് അതൊരു എനിക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പടം. എനിക്ക് തോന്നിയതേ പുള്ളി മൾട്ടി സ്റ്റാർസ് വരുന്ന പടങ്ങളില്ലേ, ഇപ്പം പറഞ്ഞ ഉയരെ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ 2018 ഇത് പിന്നെ സപ്തമശ്രീ തസ്കര, ഇങ്ങനെ മൾട്ടി സ്റ്റാർസ് വരുന്ന പടങ്ങളിൽ പുള്ളി ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് കെമിസ്ട്രി ഉണ്ട് കോ ആക്ടേഴ്സ് ആയിട്ട്. അത് ആ പുള്ളിയുടെ ഭാഗം ഭയങ്കര കിടലിനായിട്ട് പുള്ളി ചെയ്യും. അങ്ങനത്തെ സിനിമ വിജയിക്കുകയും ചെയ്യും. പുള്ളിയുടെ ഓർമ്മയിൽ നിൽക്കും. അതെ ഭയങ്കര ഡയറക്ടർ ഫ്രണ്ട്ലി ആയിട്ടും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എല്ലാ ജനറേഷനിലുള്ള ഈ പറയുന്ന പോലെ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതെ, പല ഡയറക്ടേഴ്സിനൊപ്പമാണ് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ആസിഫ് അലി കരയുമ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വരും. കാരണം ആ ഒരു ഇമോഷൻ ആള് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കത് ശരിക്കും അത് ഫീലാകും മനസ്സിൽ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആസിഫ് അലി. എനിക്ക് തോന്നിയത് ബാക്കി എല്ലാ നടന്മാർക്കും ഒരു മോട്ടിവേഷനാണ് തോന്നിയിട്ടുണ്ട്. അപ്കമിങ് ആയിട്ടുള്ള ആക്ടേഴ്സിന് പുള്ളി ഒരു മോട്ടിവേഷനും കോൺഫിഡൻസും കൊടുക്കുന്നുണ്ട്. അത് പുള്ളി അത്രയും പഠിച്ച് ലേൺ ചെയ്ത് വന്നുകൊണ്ട് അത് കാണുമ്പോൾ പുള്ളിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആസ്പിരൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന് പുള്ളി ശരിക്കൊരു നമ്മൾ ഇൻഡസ്ട്രി എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൊസിഷനും
ഇപ്പോൾ ഇന്ന് സക്സസ് ആണെങ്കിൽ നാളെ അത് അടുത്തത് ചിലപ്പോൾ ഫെയിലിയർ ആകാം. അങ്ങനെ ഭയങ്കര അങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ പെർസിസ്റ്റൻസ് ആണ് എനിക്ക് എപ്പോഴും ഈ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊണ്ടുവരുന്നു, ഈവൻ ഫെയിലായാലും അടുത്തത് കൊണ്ടുവരുന്നു എന്നുള്ളത് ഭയങ്കര. പിന്നെ ഈ റീസെൻ്റ്ലി ഉള്ള പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, ഇപ്പം ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അഗൈൻ ഇപ്പം ആസിഫിനെ കുറിച്ച് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് നല്ലൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ക്രൗഡ് പുള്ളറായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഒരു തിയേറ്ററിലേക്ക് ക്രൗഡിനെ പുള്ള് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു ഹീറോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറില്ല പലപ്പോഴും. പക്ഷെ ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആയിരിക്കും, ആ സിനിമ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ അത് ക്രൗഡിനെ പുള്ള് ചെയ്യത്തില്ല. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം എന്നുള്ള സിനിമയിലാണെങ്കിലും പുള്ളി ചെയ്ത ആസിഫിനെക്കാട്ടിലും ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഇത് അവിടെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമതാണ് ആസിഫിന്റെ ഒരു പെർഫോമൻസ് പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നത്. പുള്ളിയുടെ ഒരു ഓപ്പണസ് ആണ്, അതായത് ഏത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പണസ് ഉണ്ടല്ലോ ഒരു ആക്ടറിന്റെ. അതുകൊണ്ടാണ് പുള്ളിക്ക് അയാളുടെ റോളിനേക്കാൾ ഇമ്പോർട്ടൻസ് ആ കഥയ്ക്കും അവിടെ അതാണ് ആള് നോക്കുന്നത്. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിലും ഇപ്പൊ രേഖാചിത്രത്തിലാണെങ്കിലും കഥ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി ചൂസ് ചെയ്തിരിക്കുന്നതും അങ്ങനെ ആ ഒരു സെലക്ഷൻ. കൂമൻ എന്ന സിനിമ, കൂമൻ എടുത്ത് പറയേണ്ട ഒരു ഗംഭീര പടം. ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇനി ടിക്കറ്റാക്ക ഇറങ്ങി അത് ഭയങ്കര വിജയമാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പടമാണ്. കാരണം ആ പടം ഇറങ്ങി അത് നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു പേര് മാറും. ഒരു ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് മേ ബി മാറാൻ പറ്റുന്ന ഒരു പടമാകാം ടിക്കറ്റാക്ക എന്ന് പറയുന്നത്. കാരണം എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ മലയാളത്തിന്റെ ആസിഫിന്റെ KGF എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. KGF വേറെ ഒരു ഇത്. പക്ഷെ ആസിഫിന്റെ ഒരു KGF പണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അസുരവിത്ത് എന്ന് പറഞ്ഞിട്ട്. അസുരവിത്ത്, അതെ. പക്ഷെ അതാരും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ പെർഫോമൻസ് ആണ് അതിൽ ഉദ്ദേശിച്ചത്. അത് പക്ഷെ കുറെ പേർക്ക് വർക്കായില്ല ആ സിനിമ. പക്ഷെ ആസിഫിന് ഒരു മാസ് ഒരു ഹീറോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇവിടെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വെച്ചാൽ എന്താ ഇപ്പം മറ്റേ ഏതായിരുന്നു അമീഗോസ് എന്നുള്ള പടമുള്ളത്, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയ സുരാജും ശരിക്കും ഇപ്പം ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്കാരുടെ ക്യാരക്ടേഴ്സ്. പുള്ളി പിടിച്ച സ്ലാങ്ങും അതിനകത്ത് ഭയങ്കര നല്ലതായിരുന്നു. ഞാനൊരു ആക്ടറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി പുള്ളി ഒരു 10 വർഷമായി ഇപ്പോൾ വന്നിട്ട്. ഓക്കെ, പുള്ളി ഒരു തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. പക്ഷേ എൻ്റെ എപ്പോഴും സർപ്രൈസ് ഒരു എലമെന്റ് വെച്ചാൽ ഇപ്പം ഈയിടെയായിട്ട് മേ ബി ആര്യാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഫ് ക്യാമ്പസ് എന്നൊരു സീരീസിനെ കുറിച്ച് ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്ത ഒരു ടാഗ്ലൈനായിട്ട് പറയുന്ന ഒരു ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ റിട്ടൺ ബൈ വുമൺ. ഈ റെപ്രസെൻറ്റേഷനകത്ത് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള നടനാണ് റോഷൻ. റോഷനാണ് എനിക്ക് ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളി അഗൈൻ ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ ഒരു ഡയറക്ടോറിയൽ വെഞ്ചറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് കാണാൻ. തിയേറ്ററിക്കലായിട്ടുള്ളൊരു പ്ലേ പോലെ ഉണ്ട്. പലപ്പോഴും ഞാൻ കാണണമെന്ന് വിചാരിക്കും, പറ്റിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഭയങ്കര ഈ 2024 എൻ്റെ ടാർഗറ്റ് തന്നെ അതാണ്, ആ ഒരു നാടകം കാണണം എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഒബ്വിയസ്ലി ഈ പറഞ്ഞ മൂത്തോനിലെ പെർഫോമൻസ് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ചിന്തിക്കാറുണ്ട്. കാരണം അത് സംസാരശേഷിയില്ലാത്ത ഒരാൾ പക്ഷേ 20 മിനിറ്റുള്ള ആ ഡ്യൂറേഷനിൽ അയാൾ തന്നിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതൊരു ഭയങ്കര പവർ പാക്ട് പെർഫോമൻസ് ആയിട്ട് തോന്നി. പ്ലസ് ഈ പറഞ്ഞ ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എഗെയിൻ ആ മെൻ റിട്ടൺ ബൈ വുമൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഒരു മാച്ചോ ലുക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡയമെൻഷൻ എല്ലാം തച്ചുടച്ചുകൊണ്ട് ഇപ്പം മറ്റേ ഒരു വെട്രി എന്നൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ മറ്റേ ഇതിനകത്ത് ശതപച്ചൊക്കെ വന്നപ്പോഴത്തേക്കും അതിനകത്തെല്ലാം കാണിക്കുക വെച്ച് കഴിഞ്ഞാൽ ആ പൗരുഷം എന്നുള്ള എലമെൻറ്റ് കാണിക്കാൻ വേണ്ടി ഭയങ്കര ബൾക്കി ആവണം അല്ലെങ്കിൽ ഹങ്ക് ആയിട്ടുള്ള ഒരാളൊന്നും വേണമെന്നില്ല. പുള്ളിക്ക് അത് എക്സ്പ്രഷൻസും പുള്ളിയുടെ ബാക്കി ബോഡി ലാംഗ്വേജും വെച്ചിട്ട് കണ്ണും അതെ അത് വെച്ചിട്ട് കിട്ടിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ആ കൺവെൻഷണൽ ഐഡിയ ഓഫ് എ ഹീറോനെ തന്നെ തുടയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഒബ്വിയസ്ലി ഒരു പോലീസ് കഥാപാത്രം ചെയ്തിരുന്നു റോന്ത് എന്ന് പറഞ്ഞിട്ട്. ആ റോന്ത് ചെയ്തതിൽ ഇപ്പം എൻ്റെ അടുത്ത് ആര്യനാണതും പറഞ്ഞത്. ഇപ്പം റോന്ത് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ബലത്തിലാവണം അടുത്ത സിനിമ ഇപ്പം ഉയർ എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ആ പടം. അതിൽ പോലും പുള്ളി വീണ്ടും ഒരു പോലീസ് കഥാപാത്രം വരുമ്പോഴും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റോന്തിലെ യാതൊരു ഷെയ്ഡും ഇവിടെ കാണില്ല. അത് എനിക്ക് തോന്നുന്നു റോന്തില് ഭയങ്കര ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു പോലീസ്, അതൊരു ഹാർട്ട് എന്താണ് ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു സത്യം എഫക്റ്റീവ് അത് കാണാൻ വേണ്ടിയിട്ട്. അതും എഗെയിൻ ഈ പറഞ്ഞ ആ തുടക്കവും ലാസ്റ്റും ഒക്കെ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ജസ്റ്റ് പറയാനൊന്ന് ആ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലൊന്ന് കഴുകുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ശരിക്കും പോലെ ശരിക്കും ഹോണ്ടിങ് ആയിരുന്നു. എനിക്ക് അത് അവസാനം കണക്റ്റായി പോകും. അല്ല പേടി ഉണ്ടായിട്ടും പേടിയില്ലാത്ത പോലെ അഭിനയിക്കുന്നു ശരിക്കും.
പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം റോഷൻ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എനിക്ക് തോന്നുന്ന ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഒരു ഇത് ആനന്ദം എന്ന സിനിമ കഴിഞ്ഞിട്ട് റോക്ക് സ്റ്റാർ ഗൗതം Yes. മറ്റേ നമ്മള് സൂചി miss കണ്ട ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സീരിയസ് കഥാപാത്രങ്ങളിലൂടെയാണ് ഇപ്പൊ എല്ലാം ചെയ്തു പോകുന്നത്, നെഗറ്റീവ് ഷെയ്ഡും. എന്നാലും അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഡാർലിങ്സ് പടം ഒരു ഡാർക്ക് ഹ്യൂമർ ജോണർ ആണല്ലോ, അതിലൊരു ചെറിയ സെറ്റിൽ ആയിട്ടുള്ള കോമഡി ഒക്കെ ഉണ്ട് പുള്ളിയുടെ. ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക് വെച്ചാൽ ഷിഫാലിഷയുടെ കൂടെയാണ് പുള്ളിയുടെ വരുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരി വെച്ചാൽ കണ്ണുകൊണ്ട് അങ്ങ് അമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ. ആ പുള്ളിക്കാരുടെ കൂടെ ഇദ്ദേഹം വരുമ്പോഴത്തേക്കുള്ള ആ കെമിസ്ട്രി കാണിക്കാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല. അത് പുള്ളി ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഗ്രേസ്ഫുൾ ആണ് സത്യം പറഞ്ഞാൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ് അതിനകത്തുള്ളത്. റോഷൻ്റെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് റോഷൻ. ഇപ്പം റോഷൻ്റെ ഒരു പടം കഴിഞ്ഞിട്ട് അടുത്ത പടം ഇപ്പം ഈ പറഞ്ഞ ഉയർ വരുമ്പോൾ രണ്ടാമത് പോലീസ് സ്റ്റേഷൻ പോലീസ് വേഷം ചെയ്യുന്നു എന്നുള്ളത് ആക്ച്വലി എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ്. ഒരേ വേഷം തന്നെ, അല്ലെങ്കിൽ ഒരേ പോലീസ് വേഷം തന്നെ പിന്നെയും ചെയ്തു എന്നുള്ളത് ആക്ച്വലി അൺപ്രഡിക്റ്റബിൾ ആണ്. പുള്ളിയുടെ ഓരോ സിനിമകൾ വരുമ്പോഴത്തേനും അടുത്ത സിനിമ ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുള്ളി ചെയ്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ കോമഡി പുള്ളി ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഓരോ പടങ്ങളും വേറെ വേറെ രീതിയിലാണ് ഭയങ്കര ഡെപ്ത് കൊടുക്കുന്ന, പിന്നെ ക്യാരക്ടറിന് ഭയങ്കര ഡെപ്ത് കൊടുക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു ആ ഒരു ആക്ടറിനെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് തോന്നുന്നു ആ ഡെപ്ത് കൊടുക്കാനുള്ള ഒരു കാരണം വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരാൾ പ്രസംഗ മത്സരത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ അച്ഛൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എവിടെ പോസ് ചെയ്യണം. അപ്പം ഈ ചില പോസുകൾക്ക് ശരിക്കും ഒരു ഇങ്ങനത്തെ ആക്ടിങ് / പെർഫോമൻസിനകത്ത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ക്ലെവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോഷൻ. കാരണം നമുക്കറിയാം ഇപ്പം ഏതായിരുന്നു മറ്റേ ലേറ്റസ്റ്റ് ഇറങ്ങിയ ആ ഒരു ഇത്തിരി നേരം മൂവിക്കകത്താണെങ്കിലൊക്കെ പലയിടത്തും പുള്ളിക്കാരൻ ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും അത് ശരിക്കും പുള്ളി ഡെലിബറേറ്റ്ലി ചെയ്തതാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോകുന്നുണ്ട്. അതെ അതെ, അല്ല അത് അവിടെയാണ് ആ ഡെപ്ത് കൊടുക്കുന്നത്. ഒരു ക്യാരക്ടറിന് എപ്പോഴും ഡെപ്ത് വരുന്നത്. നമ്മൾ ഇപ്പോൾ പല ആക്ടേഴ്സും ഈ പറയുന്ന പോലെ ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എൻ്റെ അടുത്ത ഡയലോഗ് ഞാൻ ഓക്കെ എൻ്റെ ഡയലോഗ് വരാറാകുമ്പോൾ ഞാൻ പറയാം എന്നുള്ളതാണ് പലപ്പോഴും വെയിറ്റ്. പക്ഷേ റോഷൻ്റെ കേസിൽ ആക്ച്വലി അങ്ങനെയല്ല, റിയാക്ഷൻസ് ആണ് പലതും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നല്ല പോസുകളാകാം, അല്ലെങ്കിൽ ജസ്റ്റർ ആകാം, ഈ പറഞ്ഞ ഡയലോഗിലൂടെ അല്ല പുള്ളി അതിനെ ആ ഡെപ്തിലേക്ക് പോകുന്നത്. പുള്ളി സ്റ്റാൻസ്ലോസ്കിൻ അങ്ങ് അഭിനയിച്ച് ജീവിച്ച് കാണിച്ചില്ല. എനിക്ക് തോന്നുന്നത് അത് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കാം. മൂത്തോ എന്ന് പറഞ്ഞ സിനിമ അതിലവരുടെ ഒരു പ്രണയമാണല്ലോ, ഒരു കൺവെൻഷൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രണയമാണല്ലോ. അപ്പം എൻ്റെ അമ്മേനെ ഇത് കാണിക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷേ ഇവരുടെ പ്രണയം കണ്ട് ഇവൻ സൂസൈഡ് ചെയ്യുന്ന പോയിന്റും അവൻ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു പോയിന്റും നിവിൻ പോളിയുടെ ക്യാരക്ടർ തകർന്നു പോകുന്ന ഒരു സമയം പറഞ്ഞ അമ്മ പറഞ്ഞു ഇവരങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അത്രത്തോളം അമ്മയ്ക്ക് അവരുടെ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു ആക്ടിങ് ഭയങ്കര, അത് ഉറപ്പായിട്ട് റോഷൻ്റെ പെർഫോമൻസ്. അതിൽ ഡയലോഗ് ഇല്ല, അതിൽ ഡയലോഗ് പറയുന്നില്ല, കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് അതിൽ. അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ശരിക്കും റിയൽ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആളുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടും നമ്മളെ കണക്ട് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ് നസ്ലിൻ. കാരണം ഞാൻ നസ്ലിൻ എന്ന ഒരു ആക്ടറിനെ ഞാൻ ഡിഫൈൻ ചെയ്യുക എഫേർട്ട്ലെസ് പെർഫോമർ എന്നാണ്. കാരണം വളരെ നാച്ചുറലായിട്ട്, ഒരു റിയലിസ്റ്റിക് ആയിട്ട്, ഭയങ്കര മസിലൊന്നും പിടിക്കാതെ ഭയങ്കര കൂളായിട്ട് നിന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പോകുന്ന ഒരു ആക്ടറാണ് ശരിക്കും നസ്ലിൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നി ഇപ്പോൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സപ്പോർട്ടിങ് റോൾസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ പോലും ആ ഒരു ചെറിയ സീൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നസ്ലിൻ എന്ന ആക്ടറിനെ. എനിക്ക് തോന്നുന്നു സപ്പോർട്ടിങ് റോൾസിൽ നിന്നൊരു മെയിൻ ലീഡിലേക്ക്, ഒരു ലീഡിങ് റോളിലേക്ക് ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിലാണ് നസ്ലിൻ എത്തിയത്. അതിനൊരു റീസൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു റോൾ സെലക്ഷനും സ്ക്രിപ്റ്റ് സെലക്ഷനും ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു യൂത്ത് സെൻട്രിക് ആയിട്ടുള്ള സ്റ്റോറീസ്, അതുപോലെ കമ്മിങ് ഓഫ് ഏജ് സിനിമകൾ, റൊമാൻറ്റിക് കോമഡീസ്, ഫാമിലി ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ജോണേഴ്സ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു നടനാണ് നസ്ലിൻ എന്ന് പറയുന്നത്. എനിക്കതിൽ ഏറ്റവും എടുത്തു പറയാൻ തോന്നിയത് ഭയങ്കരമായിട്ടും നാച്ചുറൽ ഡയലോഗ് ഡെലിവറിയാണ് നസ്ലിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കാരണം അത് ഒരു യൂത്തായിട്ടുള്ള ഒരു ജനറേഷന് ഭയങ്കരമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല.
ഭയങ്കര ഒരു കൂളായിട്ട് നമ്മുടെ ഒരു റിയൽ ലൈഫിലെ ഒരു നമ്മുടെ തൊട്ടടുത്ത കോൺവെർസേഷൻ ഫ്രണ്ട് പറയുന്ന പോലെ ഒരു നമുക്ക് ഫീൽ റിയൽ ലൈഫിലെ ഒരു ചെയ്യുന്നു. കോൺവെർസേഷൻ പോകുന്ന പോലെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു റിലേറ്റബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയ ഒരു സിനിമയായിരുന്നു പ്രേമലു എന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്തെ സച്ചിൻ എന്നുള്ളൊരു കഥാപാത്രം ഒരു പറ്റം യങ് ജനറേഷൻ്റെ ഒക്കെ ഒരു റെപ്രസെന്റ് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു ശരിക്കും അത്. പിന്നെ ഹോം എന്ന സിനിമ എടുത്തു നോക്കുമ്പോൾ അതിനകത്താണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ പയ്യൻ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നസ്ലിൻ. എനിക്ക് പിന്നെയും തോന്നുന്നത് ഇപ്പോൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കാരണം എക്സ്പ്ലോറും ചെയ്യാനുണ്ട്. കാരണം ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഇനിയും കുറേ ജോണേഴ്സ് പരീക്ഷിക്കാനായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആഗ്രഹമുള്ളത് നസ്ലിൻ എന്ന പെർഫോമറിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോൾസ്, അതുപോലെ നെഗറ്റീവ് ഷെയ്ഡ്സ്. ഇപ്പോൾ കുരുതിയിലെ ആ ഒരു റസൂൽ എന്ന കഥാപാത്രം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുരുതി ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതൊരു എനിക്ക് കാണാൻ പറ്റിയില്ല. നല്ല കിടിലൻ ക്യാരക്ടറായിരുന്നു. നല്ല എല്ലാവരും പറഞ്ഞു കേട്ടുള്ള, പക്ഷെ എന്നാൽ എടുക്കാൻ തോന്നിയിട്ടില്ല. പൃഥ്വിരാജൊക്കെ ഇടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്, സാഗർ സൂര്യയുടെയും നസ്ലിൻ്റെയും പെർഫോമൻസ് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. അതിന് ശരിക്കും ആ സിനിമയുടെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ടാണ് ഇതിൽ വരുന്നത് നസ്ലിൻ്റെ ക്യാരക്ടർ. അപ്പോൾ തൊട്ടപ്പുറത്ത് റോഷൻ മാത്യു, മമ്മൂക്കോയ പോലെയുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചില്ലറ കാര്യമല്ല. എനിക്ക് ആ ഡയലോഗ് ഡെലിവറിയുടെ ആസ്പെക്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര, കാരണം എവിഡൻ്റ്ലി പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പടം തന്നെ എടുത്തെന്ന് വെച്ചോ, എന്താ പറയുക, നീ ആ ബോൾ പിടിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വൈഡ് ബോൾ ഞാൻ പിടിക്കാൻ, ഞാൻ ഡിങ്കന എന്നൊക്കെ പുള്ളി പറയുന്നത്. പുള്ളി അത് പുള്ളി ഭയങ്കര സബ്മിസീവായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത്. ചില സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ അസർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പം ആ അസർട്ട് ചെയ്ത് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കോമഡികൾ ഭയങ്കരമായിട്ട്, കാരണം ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈയിടയ്ക്ക് മറ്റേ മേ ബി നിങ്ങൾ കണ്ടു കാണും, മറ്റേ മോളിവുഡ് ടൈംസിൻ്റെ ആ പ്രൊമോയുടെ ഒരു വെബ് അല്ലെങ്കിൽ മീറ്റ് പോലത്തെ സംഭവം ചെയ്തപ്പോൾ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഏത് സൂപ്പർ ഷെഡിൻ്റെയൊക്കെ അകത്ത് എനിക്ക് പെൻഷൻ കൊടുക്കാൻ എന്ന് പുള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരിക്കും, കാരണം ആൾക്കാരുടെ മനസ്സിൽ പുള്ളീനെ ആ ഒരു ഇംപ്രിന്റ് ഉണ്ടാക്കാനുള്ളത് കോമഡി രൂപേണ ഡയലോഗ് ഡെലിവറി വെച്ചിട്ട് അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ എഗെയിൻ പുള്ളിക്കാരി പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിട്ടാണ് ഞാൻ മോളിവുഡ് ടൈമിനെ കാണുന്നത്. ആ പടത്തിനകത്ത് പുള്ളി എഗെയിൻ ഇവിടുത്തെ ഒരു ചില എനിക്ക് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് 2 രാധാസ് എന്നുള്ള ഡയലോഗ് ബാബുരാജിനെ കൊണ്ട് പറയിപ്പിക്കാൻ എടുത്ത ഒരു തൻ്റെ ഇടം, അതൊരു ഭയങ്കര ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. ആ കരിയർ വൈസ് ആണെങ്കിലും ആസ് എൻ ഓഡിയൻസ് നമുക്ക് ആ ആക്ട് നോക്കി നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടിയതുപോലെ. അപ്പം ഇവിടെ തുടക്കം കാണിക്കുമ്പോൾ നമ്മൾ എന്തോ വില്ലനായിട്ട് വരുന്നു ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒരു സാധനം കൊണ്ട് നമ്മളിങ്ങനെ ഷോ ഹെവി അതുപോലത്തെ ഒരു, എനിക്ക് മനസ്സിലാൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിരുന്നു മോളിവുഡ് ടൈംസിൽ പുള്ളിക്കാരനെ വേറൊരു ടോണിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ കാണാൻ. അപ്പം എനിക്ക് അവിടെ തോന്നിയ ആസ്പെക്ട് ഒക്കെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു കോമൺ ആയിട്ട് യുണൈറ്റിംഗ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രമിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം വളരെ വളരെ കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നസ്ലിൻ. അല്ല, എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അഭിനവ് സുന്ദരനായക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ നെസ്ലിനെ മാത്രം കണ്ടുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുകയും നെസ്ലിൻ ചെയ്താലേ ആ പടം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് അറിയും. പുള്ളി അങ്ങനെ വളരെ കൃത്യമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഡയറക്ടറാണ്. അപ്പോൾ നെസ്ലിനിൽ അങ്ങനെ ഒരു ക്വാളിറ്റി കണ്ടതുകൊണ്ടാണോ, നെസ്ലിന് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു വലിയൊരു ഡയറക്ടർ, മൂന്നിനുണ്ണി കഴിഞ്ഞിട്ട് വരുന്നൊരു വലിയൊരു ഡയറക്ടറാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ആദ്യത്തെ പടം കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡയറക്ടർ. നസ്ലിനിൽ അങ്ങനെ ഒരു ടാലൻറ്റ് കണ്ടെങ്കിൽ നസ്ലിൻ ചില്ലറക്കാരനൊന്നുമല്ല. അപ്പോൾ അതെ അതെ, ഈ ചെറുപ്രായത്തിലേ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് നസ്ലിനെ പോലെ ഒരാൾക്ക് പറ്റുന്നത്, അത് ആ സ്ക്രിപ്റ്റ് അത്രത്തോളം മനസ്സിലാക്കി, അത് പാളിപ്പോകുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ എനിക്കൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇതുവരെ വന്ന സിനിമകളെല്ലാം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജയിച്ചിട്ടേ ഉള്ളൂ. സ്ക്രിപ്റ്റിൽ പുള്ളി ഇരിക്കും, പുള്ളി കൃത്യമായിട്ട് പഠിക്കും, പുള്ളി അതിന് ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. അത് എനിക്ക് അഭിനവ് സുന്ദരനായക് തന്നെ പറഞ്ഞിട്ടുണ്ട്, 3 വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ആ 3 ചെയ്യാതെ തന്നെയാണ് പോയത്. ആ 3 നെസ്ലിൻ ഐഡന്റിഫൈ ചെയ്ത് ചേട്ടാ ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നുള്ളത്. അത് തന്നെയാണ്. ഇപ്പോൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് ആ ഒരു ലീഡിങ് റോളിലേക്ക് വന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ കയറിക്കൂടിയത്. അത് അതിൻ്റെ കാര്യം തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രൊമിസിങ് ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ് നസ്ലിൻ. ആൻഡ് നമ്മുടെ എല്ലാ ആക്ടേഴ്സും നമ്മൾ പറഞ്ഞ 4 ഫേവറേറ്റ് ആക്ടേഴ്സ് നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ, നമ്മുടെ ഫാൻഡം നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി stay curious and stay cinematic.